ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കേട്ടിട്ട് 2025 ഡിസംബറിലെ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ്. അതിൻ്റെ ഡീറ്റെയിൽസ് ഞാനൊരു ഷോർട്സിൽ ഷെയർ ചെയ്തിരുന്നു. ഈ ഒരു ലോങ് വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കേട്ടറ്റിൻ്റെ A to Z ഇൻഫർമേഷൻ ആണ്. കേട്ടറ്റ് ആർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ സാധിക്കും, കേട്ടറ്റ് എത്ര കാറ്റഗറി ഉണ്ട്, ഏത് കാറ്റഗറി ഏത് ക്ലാസ്സിനാണ് ആപ്ലിക്കബിൾ ആവുക, കേട്ടറ്റിൻ്റെ പുതിയ ഭാവി എന്താണ്, സുപ്രീം കോടതി വിധി അനുസരിച്ച് കേട്ടറ്റ് എങ്ങനെയായിരിക്കും, ആരൊക്കെ എഴുതണം, ഇതൊക്കെ വളരെ ഡീറ്റെയിൽ ആയി ഞാൻ പറഞ്ഞു പോകുന്നുണ്ട്. ഇതൊക്കെ ഡീറ്റെയിൽ ആയി അറിയാൻ താല്പര്യമുള്ളവർ ഈ വീഡിയോ മുഴുവനായും കാണുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരാൻ മടിക്കരുത്. കൂടാതെ ഇതുപോലുള്ള കൂടുതൽ വീഡിയോസ് കാണുവാൻ വേണ്ടി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. കേട്ടറ്റ് എന്താണ്? കേരള ടീച്ചർ എലിജിബിലിറ്റി ടെസ്റ്റ്. കേരള ഗവൺമെൻറ് 4 കാറ്റഗറിയിലായിട്ടാണ് കേട്ടറ്റ് നടത്തുന്നത്. പരീക്ഷാ ഭവനാണ് ഇതിൻ്റെ നടത്തിപ്പിൻ്റെ ചുമതലയുള്ളത്. കാറ്റഗറി 1 ലോവർ പ്രൈമറി ക്ലാസ്സുകളിലേക്കുള്ളതാണ്. വിഭാഗം 2 കാറ്റഗറി 2 അപ്പർ പ്രൈമറി ക്ലാസ്സുകളിലേക്കുള്ളതാണ്. കാറ്റഗറി 3 ഹൈസ്കൂൾ ക്ലാസ്സുകളിലേക്കുള്ളതാണ്. കാറ്റഗറി 4 ഭാഷാ അധ്യാപകർ, അറബി, ഹിന്ദി, സംസ്കൃതം, ഉറുദു, UP തലം വരെ. സ്പെഷ്യലിസ്റ്റ് അധ്യാപകർ, ആർട്ട് ആൻഡ് ക്രാഫ്റ്റ്, കായിക അധ്യാപകർ, ഇവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് കാറ്റഗറി 4 എന്ന് പറയുന്നത്. ഈ ഒരു വീഡിയോ മുഴുവനായും കാണണം. പകുതി വെച്ച് കണ്ടു കഴിഞ്ഞിട്ട് തെറ്റായ ഇൻഫർമേഷൻ നിങ്ങൾ സ്വീകരിച്ചാൽ ഞാൻ അതിന് ഉത്തരവാദി ആയിരിക്കില്ല. ഒന്നാമത്തെ കാര്യം, CTET പ്രൈമറി സ്റ്റേജ് പാസ്സായവരെ കേട്ടറ്റ് കാറ്റഗറി 1 നിന്നും CTET എലിമെൻ്ററി പാസ്സായവരെ കേട്ടറ്റ് കാറ്റഗറി 2 നിന്നും ഒഴിവാക്കാവുന്നതാണ്. നെറ്റ്, സെറ്റ്, MPhil, PhD, MEd എന്നീ യോഗ്യതകൾ നേടിയവരെ കേട്ടറ്റ് കാറ്റഗറി 1 മുതൽ 4 വരെ നേടുന്നതിൽ നിന്ന് ഒഴിവാക്കാവുന്നതാണ്. സൂചന 7 സർക്കാർ ഉത്തരവ് പ്രകാരം MEd ബന്ധപ്പെട്ട വിഷയത്തിൽ ആയിരിക്കണമെന്ന് നിബന്ധനയില്ല. കേട്ടറ്റ് കാറ്റഗറി 3 വിജയിച്ചവരെ കാറ്റഗറി 2 നേടുന്നതിൽ നിന്നും ഒഴിവാക്കാവുന്നതാണ്. കേട്ടറ്റ് കാറ്റഗറി 1, 2 എന്നിവയിൽ ഏതെങ്കിലും ഒന്ന് വിജയിച്ചവരെ LP, UP അധ്യാപക നിയമനങ്ങൾക്ക് പരിഗണിക്കാവുന്നതാണ്. 24/6/2022 സർക്കാർ ഉത്തരവ് നമ്പർ കൊടുത്തിട്ടുണ്ട്. അത് പ്രകാരം 1/4/2012 മുൻപ് അടിസ്ഥാന വിദ്യാഭ്യാസ യോഗ്യത നേടുകയോ പ്രസ്തുത കോഴ്സുകൾക്ക് പ്രവേശനം നേടുകയോ ചെയ്തവർക്ക് വിദ്യാഭ്യാസ യോഗ്യതയിലെ മിനിമം മാർക്ക് എന്ന വ്യവസ്ഥയ്ക്ക് ഇളവ് നൽകിയിട്ടുണ്ട്. 24/6/2022 സർക്കാർ ഉത്തരവ് കാറ്റഗറി നമ്പറൊക്കെ കൊടുത്തിട്ടുണ്ട്. 109/2022 ഉത്തരവ് പ്രകാരം കാറ്റഗറി 3 വിജയിച്ച ഭാഷാ അധ്യാപകരെ കാറ്റഗറി 4 നേടുന്നതിൽ നിന്നും ഒഴിവാക്കിയിരിക്കുന്നു. ഇനി പറയുന്ന ഈ ബോക്സിൽ ഇട്ടിരിക്കുന്ന ഈ കാര്യമാണ് ഈ നോട്ടിഫിക്കേഷനിൽ നിങ്ങൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം. കുറിപ്പ്: 1/9/2025 തീയതിയിലെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി വിധിയുടെ അടിസ്ഥാനത്തിലുള്ള മാറ്റങ്ങൾക്ക് വിധേയമാണ് മേൽപ്പറഞ്ഞ ഇളവുകൾ. അതായത് ഉയർന്ന യോഗ്യതയുള്ളവർക്ക് കേട്ടറ്റ് വേണ്ട, കേട്ടറ്റ് നേടുന്നതിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ സുപ്രീം കോടതിയുടെ വിധി അനുസരിച്ച് മാറ്റങ്ങൾക്ക് വിധേയമാണെന്നാണ് അതിൻ്റെ അർത്ഥം. കേട്ടറ്റ് പരീക്ഷാ നടത്തിപ്പിൻ്റെ ചുമതല കേരള പരീക്ഷാ ഭവനാണ്. അപേക്ഷകൾ സമർപ്പിക്കുന്നതിന് മുൻപായി അപേക്ഷകർ, അതായത് നിങ്ങൾ, കർശനമായും വിജ്ഞാപനം വായിച്ച് മനസ്സിലാക്കിയിരിക്കണം. വിജ്ഞാപനം വായിക്കാത്തത് മൂലം പരീക്ഷാർത്ഥികൾ വരുത്തുന്ന പിഴവുകൾക്ക് പരീക്ഷാ ഭവൻ ഉത്തരവാദിയായിരിക്കില്ല. ഓരോ വിഭാഗത്തിലും അപേക്ഷിക്കുവാനുള്ള യോഗ്യതാ മാനദണ്ഡങ്ങൾ വിശദമായി വിജ്ഞാപനത്തിൽ നൽകിയിട്ടുണ്ട്. അത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ് ഈ വീഡിയോയിൽ. എക്സാം ഫീ എത്രയാണെന്നാണ് അടുത്തതായി പറയാൻ പോകുന്നത്. ഓരോ വിഭാഗത്തിലും അപേക്ഷാ ഫീസ് 500 രൂപയാണ്. പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിനും ഭിന്നശേഷിയുള്ളവർക്കും ഫീസ് 250 രൂപയാണ്. അപേക്ഷയിൽ നൽകിയിട്ടുള്ള വിവരങ്ങൾ അപേക്ഷ കൺഫേം ചെയ്യുന്നതിന് മുൻപായി ശരിയാണോ എന്ന് പരിശോധിച്ച് ഉറപ്പുവരുത്തേണ്ടതും തിരുത്തലുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തിരുത്തലുകൾ വരുത്തേണ്ടതുമാണ്. അപേക്ഷ കൺഫേം ചെയ്തതിനു ശേഷം യാതൊരുവിധ തിരുത്തലുകളും വരുത്തുവാൻ സാധ്യമല്ല. അപേക്ഷയിൽ നൽകിയിട്ടുള്ള വിവരങ്ങൾക്കനുസൃതമായി മാത്രമേ ഹാൾ ടിക്കറ്റുകൾ ലഭിക്കുകയുള്ളൂ. അപേക്ഷയുടെ സമർപ്പണം, ഫീസ്
ഒടുക്കൽ എന്നിവയുടെ വിശദാംശങ്ങൾ വിജ്ഞാപനത്തിന്റെ 18, 19, 20, 21, 22 എന്നീ പേജുകളിൽ ലഭ്യമാണ്. അപേക്ഷകർക്ക് അവർ പരീക്ഷ എഴുതാൻ ഉദ്ദേശിക്കുന്ന വിദ്യാഭ്യാസ ജില്ല അപേക്ഷാ സമയത്ത് തിരഞ്ഞെടുക്കാവുന്നതാണ്. പരീക്ഷാ ഭവൻ അനുവദിക്കുന്ന പരീക്ഷാ കേന്ദ്രത്തിന്റെ പേര് ഹാൾ ടിക്കറ്റിലൂടെ അറിയിക്കും. ഓർമ്മിക്കേണ്ട ദിവസങ്ങൾ ഏതൊക്കെയാണ്? ഓൺലൈൻ രജിസ്ട്രേഷൻ ആരംഭിക്കുന്ന തീയതി അത് ഇന്നാണ്, 2025 ഡിസംബർ 22. ഓൺലൈനായി അപേക്ഷിക്കുന്നതിനും ഫീസ് അടയ്ക്കുന്നതിനുമുള്ള അവസാന തീയതി ഈ മാസം 30-ാം തീയതിയാണ്. ഫൈനൽ പ്രിന്റ് എടുക്കുന്നതിനുള്ള തീയതിയും ഇത് തന്നെയാണ്, 30/12/2025. വെബ്സൈറ്റിൽ നിന്ന് ഹാൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യേണ്ട തീയതി 11/2/2026. ഏതൊക്കെ ദിവസമാണ് നിങ്ങളുടെ പരീക്ഷ എന്ന് നോക്കാം. പരീക്ഷാ ടൈം ടേബിൾ ഉൾപ്പെടെ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. പരീക്ഷാ ടൈം ടേബിളാണ് നിങ്ങൾ ഈ കാണുന്നത്. കാറ്റഗറി 1 21-ാം തീയതിയാണ്, രാവിലെയാണ് 10 തൊട്ട് 12:30 വരെ. കാറ്റഗറി 2 21-ാം തീയതി തന്നെയാണ്, 2 തൊട്ട് 4:30 വരെ. കാറ്റഗറി 3 23-ാം തീയതിയാണ്, രാവിലെ 10 തൊട്ട് 12:30 വരെ. കാറ്റഗറി 4 23-ാം തീയതി തന്നെയാണ്, 2 തൊട്ട് 4:30 വരെ. എല്ലാ പരീക്ഷയുടെയും ദൈർഘ്യം 2.5 മണിക്കൂർ ആയിരിക്കും. കേട്ടറ്റിന് അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് കേട്ടറ്റ് കാറ്റഗറി 1, 2 and 3 ഇതൊക്കെ എഴുതണമെങ്കിലും ഒരു അപേക്ഷ സമർപ്പിച്ചാൽ മതിയാകും. അതിൽ തന്നെ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് അവൈലബിൾ ആണ്. അപേക്ഷ ഓൺലൈനായി മാത്രം സമർപ്പിക്കുക, അപേക്ഷാർത്ഥിയുടെ പേര്, ജനനതീയതി, അടിസ്ഥാന വിദ്യാഭ്യാസ യോഗ്യത, കാസ്റ്റ്, കാറ്റഗറി, ഭിന്നശേഷി സംവരണം മുതലായ എല്ലാ വിവരങ്ങളും കൃത്യമായി തെറ്റുകൂടാതെ രേഖപ്പെടുത്തേണ്ടതാണ്. അപേക്ഷ സമർപ്പിക്കുന്നതിനായി ഫോട്ടോ ചുവടെ പറയുന്ന മാനദണ്ഡങ്ങൾ പാലിച്ച് ഉപയോഗിക്കാവുന്നതാണ്. ഫോട്ടോ അപ്ലോഡ് ചെയ്യുന്നതിന് മുൻപ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണ്. ഫോട്ടോയിൽ പരീക്ഷാർത്ഥിയുടെ പേരും ഫോട്ടോ എടുത്ത തീയതിയും രേഖപ്പെടുത്തേണ്ടതില്ല. ഫോട്ടോയിൽ കേരള PSC, മറ്റു സീലുകൾ എന്നിവ രേഖപ്പെടുത്താൻ പാടില്ല. ഫോട്ടോയുടെ ബാക്ക്ഗ്രൗണ്ട് പ്ലെയിൻ ആയിരിക്കണം. ഫോട്ടോ വ്യക്തമായിരിക്കണം. സെൽഫി പാടില്ല. പുതിയ ഫോട്ടോ മാത്രം അപ്ലോഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അടുത്തതായി ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങളൊരു ID കാർഡ് കൊടുക്കേണ്ടതുണ്ട്. കഴിവതും ഡേറ്റ് ഓഫ് ബർത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ള ID കാർഡ് കൊടുക്കുക. ആധാർ കാർഡോ പാൻ കാർഡോ തുടങ്ങി ഏതെങ്കിലും ഡേറ്റ് ഓഫ് ബർത്ത് ഉള്ള ID കാർഡ് തന്നെ സെലക്ട് ചെയ്യുക. അതിൻ്റെ നമ്പർ നിങ്ങൾ അവിടെ എഴുതും. ആ സെയിം ID കാർഡ് തന്നെയാണ് നിങ്ങൾ എക്സാമിന് പോകുമ്പോൾ ഹാളിൽ കൊണ്ടുപോകേണ്ടത്. വെരിഫിക്കേഷന് ഹാജരാക്കേണ്ടത് ആ ID കാർഡാണ്. കേട്ടറ്റിൻ്റെ സിലബസ് അറിയാത്തവർക്ക് വേണ്ടി പറയുകയാണ്. കേട്ടറ്റിൻ്റെ സിലബസ് നിങ്ങൾക്ക് പരീക്ഷാ ഭവൻ്റെ വെബ്സൈറ്റിലോ അല്ലെങ്കിൽ ഇവിടെ കൊടുത്തിരിക്കുന്ന SCERTയുടെ വെബ്സൈറ്റിലോ ഒക്കെ അവൈലബിൾ ആണ്. അവിടെ ചെന്ന് ഡൗൺലോഡ് ചെയ്ത് നിങ്ങളുടെ സിലബസ് മനസ്സിലാക്കി പഠിക്കുക. പരീക്ഷാ പദ്ധതി, ഘടന, ഉള്ളടക്കം, യോഗ്യത 4 വിഭാഗങ്ങളിലായി പരീക്ഷ നടത്തുന്നു. ഓരോ വിഭാഗത്തിനും വേണ്ട അടിസ്ഥാന യോഗ്യത നേടിയിട്ടുള്ളവർക്ക് പരീക്ഷ എഴുതുന്നതിന് അർഹതയുണ്ടായിരിക്കും. പരീക്ഷ നടത്തുന്നത് താഴെ പറയുന്ന ഇനങ്ങളിലാണ്. ലോവർ പ്രൈമറി ക്ലാസ്സുകളിൽ അധ്യാപകരാകാൻ അടിസ്ഥാന യോഗ്യത നേടിയവർക്കാണ് കാറ്റഗറി 1 എഴുതാൻ പറ്റുന്നത്. അപ്പർ പ്രൈമറി ക്ലാസ്സുകളിൽ അധ്യാപകരാകാൻ അടിസ്ഥാന യോഗ്യത നേടിയവർക്ക് കാറ്റഗറി 2 എഴുതാൻ സാധിക്കും. ഹൈസ്കൂൾ ക്ലാസ്സുകളിൽ അധ്യാപകരാകാൻ അടിസ്ഥാന യോഗ്യത നേടിയവർക്ക് കാറ്റഗറി 3 എഴുതാൻ സാധിക്കും. UP തലം വരെയുള്ള ഭാഷാ അധ്യാപകരാകാൻ യോഗ്യത നേടിയവർക്കും കായിക അധ്യാപകർക്കും സ്പെഷ്യൽ അധ്യാപകർക്കും വേണ്ടിയാണ് കാറ്റഗറി 4 എക്സാം. B.Ed, DLed അവസാന വർഷ വിദ്യാർത്ഥികൾക്കും, അതായത് 3rd, 4th സെമസ്റ്റർ കേട്ടറ്റ് പരീക്ഷയ്ക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഇവർ B.Ed or DLed പരീക്ഷ വിജയിച്ച സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കുന്ന മുറയ്ക്ക് മാത്രമേ കേട്ടറ്റ് സർട്ടിഫിക്കറ്റ് നൽകുകയുള്ളൂ. ഒന്നിൽ കൂടുതൽ കാറ്റഗറിയിൽ യോഗ്യത നേടി പരീക്ഷ എഴുതാൻ താൽപ്പര്യം ഉള്ളവർ ഓൺലൈനായി ഒരു അപേക്ഷ മാത്രമേ നൽകാവൂ. എന്നാൽ ഓരോ വിഭാഗത്തിനും ഫീസ് അടയ്ക്കേണ്ടതാണ്. വെവ്വേറെ അപേക്ഷ പരിഗണിക്കില്ല. എന്നാൽ പരീക്ഷ പ്രത്യേകം എഴുതേണ്ടതാണ്. അടുത്തത് നമുക്ക് അപേക്ഷിക്കാനുള്ള യോഗ്യതകൾ നോക്കാം. കാറ്റഗറി 1 ആർക്കൊക്കെ എഴുതാം? അപേക്ഷിക്കാനുള്ള കുറഞ്ഞ യോഗ്യത 45% മാർക്കോടെ
ഹയർ സെക്കൻഡറി ഓർ സീനിയർ സെക്കൻഡറി തത്തുല്യം പരീക്ഷ പാസ്സായിരിക്കണം. കൂടാതെ കേരള സർക്കാർ പരീക്ഷാ ബോർഡ് നടത്തുന്ന ട്രെയിൻഡ് ടീച്ചേഴ്സ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ എഡ്യൂക്കേഷൻ, അതായത് TTC ഓർ DED പരീക്ഷ പാസ്സായിരിക്കണം. അല്ലെങ്കിൽ 45% മാർക്കോടെ ഹയർ സെക്കൻഡറി ഓർ സീനിയർ സെക്കൻഡറി തത്തുല്യം പരീക്ഷയോടൊപ്പം NCTEയുടെ 2002 ചട്ടങ്ങൾക്കനുസരിച്ച് 2 വർഷത്തെ ഡിപ്ലോമ ഇൻ എലിമെന്ററി എഡ്യൂക്കേഷൻ, അതായത് DLED കൂടി നേടിയവർക്കും അപേക്ഷിക്കാം. അതുമല്ലെങ്കിൽ 50% മാർക്കോടെ ഹയർ സെക്കൻഡറി ഓർ സീനിയർ സെക്കൻഡറി തത്തുല്യം പാസ്സാവുകയും 4 വർഷത്തെ ബാച്ചിലർ ഓഫ് എലിമെന്ററി എഡ്യൂക്കേഷൻ BLED യോഗ്യതയും ഉണ്ടാകണം. അല്ലെങ്കിൽ 50% മാർക്കോടെ ഹയർ സെക്കൻഡറി ഓർ സീനിയർ സെക്കൻഡറി തത്തുല്യം ജയത്തോടൊപ്പം 2 വർഷത്തെ ഡിപ്ലോമ ഇൻ എഡ്യൂക്കേഷൻ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ യോഗ്യത കൂടി നേടിയവരായിരിക്കണം. അടുത്തത്, വിവിധ കാറ്റഗറികളിൽ, അതായത് കാറ്റഗറി 1 മുതൽ കാറ്റഗറി 4 വരെ കേട്ടറ്റ് പരീക്ഷയ്ക്ക് അപേക്ഷിക്കുന്നവർക്ക് അനുവദിച്ചിട്ടുള്ള മാർക്ക് ഇളവ് SC, ST, OBC, OEC വിഭാഗത്തിൽപ്പെട്ടവർക്ക് യോഗ്യതാ പരീക്ഷയിൽ 5% മാർക്കിളവ് അനുവദിച്ചിട്ടുണ്ട്. കേരള സർക്കാർ തീരുമാനങ്ങൾക്കും നിയമനങ്ങൾക്കും അനുസൃതം ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ടവർക്ക് 10% മാർക്കിളവ് അനുവദിച്ചിട്ടുണ്ട്. യോഗ്യത നേടുന്നതിനുള്ള മാർക്ക് 15/3/2017 സർക്കുലർ പ്രകാരം ജനറൽ കാറ്റഗറിക്ക് 60%, അതായത് 90 മാർക്കാണ് വേണ്ടത്. SC, ST, OBC, OEC വിഭാഗങ്ങൾക്ക് കേട്ടറ്റ് പാസ്സാകുന്നതിന് മിനിമം മാർക്ക് 55% ആണ്, അതായത് 82 മാർക്ക്. PH വിഭാഗങ്ങൾക്ക് 50%, അതായത് 75 മാർക്ക്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മസ്റ്റായും അറിഞ്ഞിരിക്കണം. അതിനുവേണ്ടിയാണ് ഈ വീഡിയോ ചെയ്തത്. ഒരു കേട്ടറ്റ് ആസ്പിറന്റ് എന്ന നിലയിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയാണ് ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് ഞാൻ കരുതുന്നു. അങ്ങനെ യൂസ്ഫുൾ ആയെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്. കൂടാതെ ഇതുപോലുള്ള വീഡിയോസ് കാണുവാൻ വേണ്ടി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോളൂ. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.